ബംഗാളിൽ മമതാ ബാനർജി പോലും ചെയ്യാത്ത കാര്യം പിണറായി വിജയൻ ഇഡിയെ ആക്രമിച്ചു. പിണറായി വിജയൻ്റെ ഗുണ്ടകൾ, അതായത് സതീശൻ്റെ പോലീസ് നോക്കി നിൽക്കവേ ഒരു ചെറുവിരൽ പോലീസ് അനക്കിയില്ല. വാഹനങ്ങൾ കമ്പിക്കഷ്ണം കൊണ്ട്, ഇഷ്ടിക കൊണ്ട്, വടി കൊണ്ട് അടിച്ച് തകർത്ത് തരിപ്പണമാക്കി, ചില്ലുകളെല്ലാം പൊട്ടിച്ചു. ഇങ്ങനെ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ രാജ്യത്ത് മുൻപ് ഇതുവരെ ഉണ്ടാകാത്ത രീതിയിൽ ഒരു ആക്രമണം. ഇഡി എന്നല്ല, ഒരു CBI ഉദ്യോഗസ്ഥരെ ഒരാർക്കും നേരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. പോലീസിൻ്റെ നിശബ്ദമായ കാവലിൽ. അതിൽ ഒരു കാര്യമുള്ളത്, പോലീസ് നിഷ്ക്രിയരായി അവിടെ നോക്കി നിന്നു. അതിന് ഇന്ന് രാവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അതിനൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. കാരണം ആഭ്യന്തര വകുപ്പോ ഞങ്ങളാരും തന്നെ ഈ റെയ്ഡിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഒരു റെയ്ഡിന് പോകുമ്പോൾ നാട്ടുകാരോടൊക്കെ വിളിച്ചു പറഞ്ഞ് അവരുടെ അംഗീകാരവും ആദരവും മേടിച്ചുകൊണ്ട് ആരും റെയ്ഡിന് പോകാറില്ല. കേരള പോലീസ് റെയ്ഡ് അറിഞ്ഞു കഴിഞ്ഞാൽ റെയ്ഡ് നടത്തിയിട്ടും കാര്യമില്ല. കാരണം അപ്പം അത് പിണറായി വിജയനെ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനമാണ് ഉള്ളത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ അനുഭവം മുമ്പുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ അനുഭവമുണ്ട്. ഇങ്ങനെ എത്രയോ റെയ്ഡുകൾ. കാരണം കേരള പോലീസ് പോലെ ഇത്തരത്തിൽ റെയ്ഡിനെ ഈ നിർവീര്യമാക്കാൻ കെൽപ്പുള്ള വേറെ ഒരു ഫോഴ്സ് ഇന്ന് ഇന്ത്യയിൽ ഇല്ല എന്നുള്ള വസ്തുത ഉണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും റെയ്ഡ് ഗൗരവപൂർവ്വം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാളും ആ വിവരം കേരള പോലീസിനോട് പറയില്ല. പക്ഷെ തങ്ങൾ അറിഞ്ഞില്ല എന്ന് കരുതിയിട്ട് തങ്ങളുടെ പ്രദേശത്ത് ഒരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്? അതാണ് ചോദ്യം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഭരണഘടന അനുസരിച്ച്, നമ്മുടെ നിയമ സംവിധാനം അനുസരിച്ച് ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം സംരക്ഷിക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിൽ തന്നെ ആഭ്യന്തര വകുപ്പിനാണ്. അപ്പോൾ ഇത് ഇവരറിയിച്ചോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ്. അത് ഇമ്മെറ്റീരിയലാണ്. അങ്ങനെ നടക്കുന്നൊരു സംഭവ സ്ഥലത്തേക്ക് ഇത്തരത്തിലുള്ള ഹൂളിഗൻസ് ചെന്ന്, അവർ ഹൂളിഗൻസാണല്ലോ, അല്ലാതെ അവർ നിയമം അനുസരിക്കുന്ന പൗരന്മാരല്ല. നിയമം അനുസരിക്കാതെ നിയമം കയ്യിലെടുത്തുകൊണ്ട് ആളുകളെയും വസ്തുവകകളെയും നശിപ്പിക്കുന്നവരെ ഹൂളിഗൻസ് എന്നേ വിശേഷിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അവർക്കൊരു വിശേഷണം കൂടി കൊടുക്കാം, മാർക്സിസ്റ്റ് ഹൂളിഗൻസ്. ആ മാർക്സിസ്റ്റ് ഹൂളിഗൻസാണ് അത് ചെയ്തത്. ഇങ്ങനെ ചെയ്തവർ അഭയം തേടിയത് പാർട്ടി ഓഫീസിലുമാണ്. നേരെ ഒരു പാർട്ടി ഓഫീസിൽ കയറിയാണ്. അപ്പോൾ പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയ്ഡ് നടത്താൻ വേണ്ടി വരുന്ന ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നവർക്ക് അഭയസങ്കേതമായി തീരാനുള്ള സ്ഥലമാണ് എന്ന് തെളിയിച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾ സമാധാനപൂർണ്ണമായി പിരിഞ്ഞു പോകണമെന്ന് അങ്ങനെ പറയാൻ ബാധ്യത ഉണ്ടായിരുന്ന പിണറായി വിജയനും ഗോവിന്ദനും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ അനുവാദം കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടങ്ങനെ കൊടുത്തു? അതാണ് അടുത്ത ചോദ്യം. അത് കൊടുത്തതിൻ്റെ കാരണം വളരെ ലളിതമാണ്. ഇവരിതിനകത്ത് കുറ്റക്കാരാണ് എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. കുറ്റക്കാരല്ലെങ്കിൽ നമുക്കിതിനകത്ത് പേടിക്കാനൊന്നുമില്ല. അവർ അന്വേഷണം നടത്തിപ്പോയി നമ്മൾ അവമാനിക്കുന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ സമാധാനപൂർണ്ണമായിട്ട് പിരിഞ്ഞു പോവുക എന്നാണ് പറയേണ്ടത്. കുറ്റക്കാരായതിൻ്റെ പേരിൽ EDയെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും ആ പോലീസിനെയും CRPFനെയും ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്താമെന്ന വ്യാമോഹമാണ് ഇതിൻ്റെ പിന്നിൽ. അത്തരത്തിലൊരു വ്യാമോഹം തീർച്ചയായിട്ടും മമതയ്ക്കുണ്ടായിരുന്നില്ല, കെജ്രിവാളിനുണ്ടായിരുന്നില്ല. എത്രയോ പേര് EDയുടെ ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ചോദ്യം ചെയ്യലിന് വിധേയമായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇതാണ് സംഭവിക്കുന്നത്. ഇതല്ലല്ലോ. ഇനി വേറൊരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EDയുടെ അന്വേഷണം തുടങ്ങിയിട്ട് കാലം എത്രയായി? നിങ്ങളല്ലേ ഇത് ഇത്രയും കാലം ദീർഘിപ്പിച്ചു കൊണ്ടുപോയത്? ED ചോദ്യം ചെയ്യാൻ പാടില്ല, ED നോക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങളല്ലേ പറഞ്ഞിരുന്നത്? ഇനിയും ഉണ്ടല്ലോ, ഇനിയും വരും. ഇനി അടുത്തത് EDയുടെ അന്വേഷണം വരുന്ന ആരിലേക്കൊക്കെയാണ്? തോമസ് ഐസക്കിലേക്കും ഡോക്ടർ KM എബ്രഹാമിലേക്കും ഒക്കെ അല്ലേ വരാൻ പോകുന്നത്? കിഫ്ബിയുടെ അന്വേഷണം സ്വാഭാവികമായിട്ടും വരുമല്ലോ. അപ്പോൾ ED എല്ലാം പാടില്ലെന്ന് പറയാൻ പറ്റുമോ? ഒരു രാജ്യത്തൊരു നിയമം ഉണ്ടാകുകയും ആ നിയമപ്രകാരം രൂപീകൃതമായിരിക്കുന്ന
ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ആ സംവിധാനത്തിന് ഇത് അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ട്. അതുണ്ടല്ലോ, അവരവരുടെ ജോലി ചെയ്യട്ടെ. കേരള പോലീസിന് ഇപ്പോഴും പിണറായിയോട് വിധേയത്വം ഉണ്ടെന്നല്ലേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ? കേരള പോലീസിലെന്നല്ല, കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരിൽ തന്നെ നല്ലൊരു വിഭാഗത്തിന് പിണറായിയോട് വിധേയത്വം ഉണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. നല്ലൊരു വിഭാഗം പേർക്ക്. സാർ, പക്ഷേ CRPF കമാൻഡോസ് ഉണ്ടായിരുന്നു, അവരെന്താ ഇടപെടാത്തത്? അതിന് ലോ ആൻഡ് ഓർഡർ അവരുടെ കീഴിലല്ലല്ലോ വരിക. എങ്കിലും ഈ ED ഉദ്യോഗസ്ഥരുടെ സുരക്ഷ അല്ല, ED ഉദ്യോഗസ്ഥർ അതിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമല്ലേ. അതിനകത്താണെങ്കിൽ അവർ നോക്കും. ആ വീടിനകത്തായിരുന്നെങ്കിൽ, ആ കോമ്പൗണ്ടിനകത്ത് കയറി. കോമ്പൗണ്ടിന് പുറത്തിറങ്ങുമ്പോൾ പിന്നെ അത് ലോ ആൻഡ് ഓർഡർ അവരുടെ രീതിയാണ്. സ്റ്റേറ്റ് പോലീസാണ് ചെയ്യേണ്ടത്. മാത്രവുമല്ല, ഇങ്ങനെ അക്രമാസക്തരായ ഒരു ജനക്കൂട്ടം അവിടെ വന്നിട്ട് ആ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ് പോലീസ് എന്ത് ചെയ്തു? അതാണ് ചോദ്യം. അതിന് ഞങ്ങളെ അറിയിച്ചില്ല എന്നുള്ളതൊരു ഒരു മറുപടിയല്ല. എന്തായാലും ഇന്ന് ചെന്നിത്തല VD സതീശൻ ആഭ്യന്തരമന്ത്രിയെ കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഉറപ്പായിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരില്ലേ? ഇല്ല, അവിടെ ഇത് ചോദിക്കില്ല. അവിടെ ഇതല്ല, നേരത്തെ മുൻകൂട്ടി പറഞ്ഞേക്കുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടി പോകുന്നതാണ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇത് കാണുന്ന സമയത്ത് ഇതൊരു ചർച്ചാ വിഷയം പോലും ആകില്ല. അതിവിടെ സെറ്റിൽ ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ ഒരു കാര്യമുള്ളത്, കേരളത്തിൻ്റെ ക്രമസമാധാന നില തകർക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായൊരു ശ്രമം മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന കാര്യത്തിൽ തർക്കം വിചാരിക്കേണ്ട. എന്താ കാര്യമെന്നറിയാമോ? പാർട്ടിയുടെ ഉരുക്കുകോട്ട എന്ന് പറയുന്ന കണ്ണൂർ കോട്ട അവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ SFIക്കാരെ ഇറക്കും. ഇനി SFIക്കാർക്ക് പക്ഷേ എല്ലായിടത്തും സമരം നടത്തുന്നതുകൊണ്ട് പല സ്ഥലത്തും സമരം നടത്താൻ ആളില്ലാതെയായിപ്പോയി. കാരണം കുട്ടികൾ തല്ലുകൊള്ളാൻ വരുന്നില്ല. അപ്പോൾ കുട്ടികൾ തല്ലുകൊള്ളാൻ വരാതെ ആയിക്കഴിയുമ്പോഴേക്കും ഗുണ്ടകളെ ഇറക്കും. ഇനി കുട്ടികളുടെ വേഷത്തിൽ ഗുണ്ടകളായിരിക്കും വരാൻ പോകുന്നത്. ഗുണ്ടകളെ ഇറക്കി പോലീസുമായിട്ട് അടിപിടി ഉണ്ടാക്കി ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കും. എന്താ കാര്യമെന്ന് വെച്ചാൽ, അങ്ങനൊരു പാർട്ടിക്കെതിരെ ഒരു അറ്റാക്ക് വരുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കാരെല്ലാം ഒരുമിച്ച് നിൽക്കും എന്നൊരു പ്രതീക്ഷയിലാണ്. പക്ഷെ ആ പ്രതീക്ഷയ്ക്ക് ഇനി സ്ഥാനമില്ല. എന്താ കാര്യമെന്നറിയാമോ? അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ വിമതന്മാരൊക്കെ വോട്ട് ചെയ്ത് അവർ ജയിപ്പിക്കുമായിരുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് 3 വിമതന്മാർ വന്ന് 3 വിമതന്മാരെയും ഒരാളെ ആലപ്പുഴയിൽ ജയിപ്പിച്ചപ്പോൾ 2 പേരെ കണ്ണൂരിൽ നിന്ന് ജയിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാ, പാർട്ടി ശത്രുക്കളുടെ പാളയത്തിൽ ഇവരുടെ പറഞ്ഞ കുലംകുത്തി, പാർട്ടി ശത്രു, അങ്ങനെ കുലംകുത്തിയും പാർട്ടി ശത്രുവുമായിട്ടുള്ളവരാ അവർക്ക് വോട്ട് ചെയ്യാൻ പാർട്ടിക്കാർ തയ്യാറായിരിക്കും എന്ന് പറഞ്ഞാൽ പാർട്ടി തകർന്നു എന്നാണ് അർത്ഥം. പാർട്ടി തകർന്നു. അതിനി വന്നിട്ട് ജയരാജന്മാർക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നൊരവസ്ഥയില്ല. കാരണം ജയരാജന്മാരുടെ ഒരു അവസ്ഥയും കഴിഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ ഇത് ഗുണ്ടാരാജിലേക്കാണ് പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പ്രതികളായി തീർന്നിരിക്കുന്നു. അത് അവർക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ അവർ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും അവർക്കറിയാം. അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കപ്പെടുമെന്നും അറിയാം. അങ്ങനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കപ്പെടുമ്പോൾ ഈ രാജ്യം ഞങ്ങൾ കത്തിക്കും എന്ന ഭീഷണിയാണ് മാർക്സിസ്റ്റ് പാർട്ടി മുഴക്കിയിരിക്കുന്നത്. അത് ചെറിയ കാര്യമല്ല. ഇവരിത് ചെയ്തതല്ലേ ഇന്ന്. മകളുടെ പേരിൽ കാശ്. പിന്നെ സതീശൻ എന്നും പിണറായിയെ സംരക്ഷിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? എക്സാലോജിക്ക് സംബന്ധമായിട്ടുള്ള ഒരു ചർച്ചയും അസംബ്ലിയിൽ നടന്നിട്ടില്ല. അസംബ്ലിയിൽ ആ ചർച്ച നടത്തുന്നതിന് മുമ്പ് തന്നെ അസംബ്ലിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ സതീശൻ ശ്രമിച്ചിട്ടുണ്ട്. അന്നത്തെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇത് സംബന്ധിച്ച രേഖകൾ അസംബ്ലി റെക്കോർഡ്സിൽ വരും. അസംബ്ലി റെക്കോർഡ്സിൽ ഈ രേഖകൾ വന്നു കഴിഞ്ഞാൽ അത് പബ്ലിക് സ്പിയറിലെത്തും. പബ്ലിക് സ്പിയറിൽ വരുമ്പോൾ അത് കേസിനെ സ്വാധീനിക്കുമെന്ന് സതീശൻ അറിയാവുന്ന കാരണം പിണറായിയെയും കുടുംബത്തെയും സംരക്ഷിക്കാനുള്ള മുഴുവൻ ബാധ്യതയും ഏറ്റെടുത്ത് പ്രവർത്തിച്ച പ്രതിപക്ഷ നേതാവായിരുന്നു സതീശൻ. അങ്ങനെ അവർ തമ്മിലൊരു അന്തർധാരയുണ്ട്. അപ്പോൾ സതീശൻ ഇത് രക്ഷിക്കുമായിരുന്നു.
സതീശനും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സതീശൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ രക്ഷിച്ചാണ്, പക്ഷെ സതീശനില്ല. അപ്പോൾ അതുകൊണ്ട് കേരള പോലീസിനെ അറിയിച്ചുകൊണ്ട് ED റെയ്ഡിന് വന്നോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും നല്ലത് മൈക്ക് അനൗൺസ് ചെയ്തിട്ട് വരുന്നതായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എന്ന് വെച്ചാൽ ഫോർ, N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.